ഇടുക്കി മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ ആദിവാസി മേഖലയായ കള്ളക്കുട്ടി കുടിയിലേക്കുള്ള പാലത്തിന്റെ നിർമ്മാണം ഈ വേനൽക്കാലത്തും സാധ്യമായില്ല. റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി പാലം നിർമ്മാണത്തിന് തുക അനുവദിക്കുകയും ടെൻഡർ നടപടികൾ നടത്തുകയും ചെയ്തുവെങ്കിലും നിർമ്മാണ ജോലികൾ എങ്ങുമെത്തിയില്ല. മഴക്കാലം ആരംഭിച്ചതോടെ കള്ളക്കുട്ടിയിലെ കുടുംബങ്ങൾക്കും സ്കൂൾ കുട്ടികൾക്കും ജീവൻ കയ്യിൽ പിടിച്ചു വേണം കുടിനിവാസികൾ തന്നെ ഉണ്ടാക്കിയ ഈറ്റപ്പാലം വഴി അക്കരെയും ഇക്കരെയും എത്താൻ. ഏഴ് കൊല്ലമായി ഈ പാലത്തിനുള്ള കാത്തിരിപ്പ്. സ്വന്തം ജീവൻ പണയം വെച്ച് വേണം അക്കരെ ഇക്കരെ കടക്കാൻ. കുടിനിവാസികൾ നിർമ്മിച്ച ഈ പാലത്തിലൂടെയാണ് കുട്ടികളടക്കം യാത്ര ചെയ്യുന്നത്. 2018 പ്രളയത്തിലായിരുന്നു കള്ളക്കുട്ടിക്കുടിയിലെ ആദിവാസി കുടുംബങ്ങൾ പുറം ലോകത്തേക്ക് എത്താൻ ആശ്രയിച്ചിരുന്ന പാലം ഒഴുകിപ്പോയത്. അന്നു മുതൽ മഴക്കാലത്ത് സമാനതകളില്ലാത്ത ദുരിതമാണ് കുടുംബങ്ങൾ അനുഭവിക്കുന്നത്. ഒറ്റപ്പെട്ടു പോകാതിരിക്കാൻ പുഴയ്ക്ക് കുറുകെ ഇവർ തന്നെ ഈറ്റ കൊണ്ടൊരു തൂക്കുപാലം നിർമ്മിച്ചാണ് യാത്ര സാധ്യമാക്കിയത്. കുടിയിലേക്ക് എത്തും മുമ്പുള്ള പുഴയ്ക്ക് കുറുകെ ഒരു പാലം നിർമ്മിക്കണമെന്ന ഇവരുടെ ആവശ്യത്തിന് 7 വർഷത്തോളം പഴക്കമുണ്ട്. റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി 32 മീറ്റർ നീളത്തിൽ പാലവും 1.25 കിലോമീറ്റർ ദൂരവും കോൺക്രീറ്റ് റോഡും നിർമ്മിക്കാൻ 3.60 കോടി രൂപ അനുവദിച്ചു. ടെൻഡർ നടപടികൾ നടത്തുകയും ചെയ്തു. എന്നാൽ നിർമ്മാണ ജോലികൾ എങ്ങുമെത്തിയില്ല. ഈ ആശുപത്രിയോടൊക്കെയുള്ള ആവശ്യങ്ങൾക്ക് എന്താ ചെയ്യണേ? ഇവിടെ ഈ പാലം അത്ര ബലമുള്ളതാണോ? നമുക്ക് പറയാൻ പറ്റുമോ? അതെന്ത് ഉറപ്പല്ലേ? നമുക്ക് ഉറപ്പില്ല. അത് സർക്കാർ നോക്കണം. ഈ പാലത്തിനായിട്ട് ഇപ്പോൾ 7 വർഷം നമ്മൾ ഇതിന്റെ പുറകെ നടന്നിട്ടൊന്നും ആയില്ല അല്ലേ? ഇതുവരെ ഉണ്ടായില്ല. ഉണ്ടായാൽ ചിലപ്പോൾ ഉണ്ടാകും. അത് ഇല്ലെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇത് ഒരു കമ്പി കണ്ട് കഴിഞ്ഞാൽ അത് പോവുകയും ചെയ്യും. ഒരു കമ്പി പോയാൽ മതി, അത് പോവുകയും ചെയ്യും. മഴവെള്ളപ്പാച്ചിൽ എവിടെ ഉണ്ടാവും? ഇതിന് മേളിൽ കൂടെ പോകാൻ പേടി ഉണ്ടാവൂലേ? ഇതിന് പേടി വെള്ളം കയറും. അപ്പൊ എന്താ ചെയ്യണത്? അന്നേരം ചിലപ്പം നിൽക്കേണ്ടി വരും. ഒരു 5-6 ദിവസം നിൽക്കേണ്ടി വരും വീട്ടില്. റേഷൻ സാധനങ്ങളോ അങ്ങനെയുള്ള ആഹാര സാധനങ്ങളോ? അതിന്റെ സർക്കാർ ഇതുപോലെ നമുക്ക് ഇതൊരു നേട്ടം ഉണ്ടായില്ലേ? ഉണ്ടാക്കുകയാണെങ്കിൽ ഇത് പണ്ട് ഉണ്ടാക്കി തന്നെ. ഇപ്രാവശ്യം ഒരു പ്രതീക്ഷയുണ്ടോ? പുതിയ സർക്കാരുണ്ട്, വന്നിട്ടുണ്ട്. പാലം പണിയുന്ന പ്രതീക്ഷയുണ്ടോ? ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. നോക്കാം നമുക്ക്. ഈ മഴക്കാലവും കള്ളക്കുട്ടി കുടിനിവാസികൾക്ക് ദുരിതകാലമാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായി. കുടിനിവാസികൾക്ക് അരി ഉൾപ്പെടെ അവശ്യവസ്തുക്കൾ എന്തു വാങ്ങണമെങ്കിലും പുഴ കടന്ന് ഇക്കരെ എത്തണം. സ്കൂൾ കുട്ടികളുടെ കാര്യമാണ് ഏറെ പരിതാപകരം. ഈറ്റപ്പാലത്തിലൂടെ കുരുന്നുകൾ കടന്നു വരുമ്പോൾ ചങ്കിടിപ്പോടെ നോക്കി നിൽക്കാനേ കഴിയൂ. മുൻപൊരു കുട്ടി പാലത്തിൽ നിന്ന് വീണ് അപകടമുണ്ടായതായും കുടിനിവാസികൾ പറയുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണ വിദൂര മേഖലയായ മറയൂരടക്കമുള്ള പ്രദേശങ്ങളിലെ സ്കൂളുകളിലാണ് കുട്ടികളെ ഹോസ്റ്റൽ സൗകര്യത്തോടെ ചേർത്തിരിക്കുന്നത്. ഞങ്ങൾ എപ്പോഴും പിള്ളേരെ വിദേശനാടി മേടിക്കാൻ എല്ലാത്തിനും ഈ പാലത്തിൽ നടക്കുന്നത്. ഞങ്ങൾ പേടിച്ചുകൊണ്ട് കുഞ്ഞു കൊച്ചുങ്ങളെ ഹോസ്റ്റലിൽ കൊണ്ട് മറയൂരിലായിട്ട് അടിമയിലായിട്ട് ഹോസ്റ്റലിൽ കൊണ്ടേ വിട്ടിട്ടുണ്ട്. ഇത് നടക്കാതെ നാളെ ഞങ്ങൾക്ക് ഒരു നല്ല പാലം കിട്ടുവാണെങ്കിൽ ഞങ്ങളുടെ പിള്ളേർ ഞങ്ങളുടെ കൂടെ ഇരുന്ന് പഠിക്കും. ഞങ്ങൾക്ക് വേണം അത് നല്ല പാലം. അവിടെ ഒരു കൊച്ചിവിടെ വേണ്ട ചെറിയ കയ്യൊക്കെ ഒടിഞ്ഞ് കൊച്ചിനെ ആസ്വദിച്ച് കൊണ്ടുപോയി ഞങ്ങൾ ശരിയാക്കി വെച്ചത്. അതിലും ഒരു നടപടിയും ഇല്ലതുവരെ. മഴയത്ത് ചികിത്സാ സംബന്ധമായ ആവശ്യങ്ങൾക്കൊക്കെയുള്ള ഇവരുടെ പുറം ലോകത്തേക്കുള്ള യാത്ര ഏറെ ദുഷ്കരമാണ്. ഈ പാലം ഒന്ന് തകർന്നാൽ കുടിനിവാസികൾ പൂർണ്ണമായും ഒറ്റപ്പെടും. പുതിയ സർക്കാരെങ്കിലും തങ്ങളുടെ പാലം പുനർനിർമ്മിക്കുമെന്ന പ്രതീക്ഷയിലാണ് കുടിനിവാസികളുള്ളത്. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി. KV Memorial English Medium School near St. Mary's Canning Center, MC Road, Adur. Classes play class to standard 4. Our specialties: quality education, smart class, music, dance and yoga, molding future generation, kids loving passionate teachers, vehicle facility available, an integrated package at affordable cost. KV Memorial English Medium School near St. Mary's Canning Center, MC Road, Adur. Email kvmenglishmediumschool@gmail.com. Web kvmems.in. Learn every moment. Live long life.